സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക് ഭവന്റെ നിർദ്ദേശമാണ് ഇതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആരോപണം ലോക് ഭവൻ നിഷേധിച്ചു. ഇതോടെയാണ് സർക്കാർ കുരുക്കിലായത്. എന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തയ്യാറാക്കിയ പ്രോട്ടോകോളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ജില്ലകളിലും ഈ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാകും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിക്കണം എന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ അതിനെതിരെ സംസാരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? വി.ഡി. സതീശൻ സർക്കാരിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് സംസ്ഥാനത്ത് കാരണമായി. നേരത്തെ തന്നെ വി.ഡി. സതീശൻ സംഘപരിവാർ അനുകൂലി എന്ന വിമർശനം CPM അടക്കമുള്ള പാർട്ടികൾ, കോൺഗ്രസ് വിരുദ്ധ കക്ഷികളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതിനെ ശരിവയ്ക്കുന്നത് അല്ലെങ്കിൽ അതിന് അത്തരം ആരോപണങ്ങൾക്ക് ബലമകുന്ന തരത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം ആരോപിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി പൂർണ്ണമായും അതിനെ തള്ളിപ്പറഞ്ഞു. സർക്കാർ നിലപാടല്ല, രാജ്ഭവനാണ് ആ പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് അത്തരത്തിൽ വന്ദേമാതരം ആലപിക്കേണ്ടി വന്നത്. ഏതായാലും വന്ദേമാതരത്തെ ദേശീയ ഗീതമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം അത് സംസ്ഥാന ഗീതത്തിന് ശേഷം അത് ആലപിക്കണം. അതിനുശേഷം മാത്രമേ ദേശീയ ഗാനമായ ജനഗണമനയിലേക്ക് വരേണ്ടതുള്ളൂ എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് നിയമം തന്നെ പാസാക്കിയിട്ടുമുണ്ട്. അതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം. വന്ദേമാതരത്തിന്റെ ആദ്യ 2 സ്റ്റാൻസ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഒരു പ്രത്യേക മതത്തിന്റെ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങളാണ്. അത് എന്തിനെ മറ്റുള്ള മതസ്ഥർ ചൊല്ലണം ഒരു മതേതര രാജ്യത്ത് എന്ന ചോദ്യമാണ് BJP ഇതര കക്ഷികൾ രാജ്യത്ത് ഉയർത്തുന്നത്. അതിനിടയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പിന് നൽകിയ സർക്കുലറിൽ ഒരു കുറിപ്പിൽ കൃത്യമായി വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും പാടിയിരിക്കണം സ്വാതന്ത്ര്യാഘോഷങ്ങൾ എന്ന ഒരു സർക്കുലർ പുറത്തു വന്നു. ഇതാണ് വിവാദമായത്. അന്ന് ആദ്യം പ്രതികരിച്ചത് ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ്. ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് അത് അത്തരം ഒരു തീരുമാനം വന്നത്. സർക്കാരിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരു വിചിത്ര നിലപാടായിരുന്നു ഷംസുദ്ദീന്റെ ഭാഗത്തുണ്ട്. അത് വീണ്ടും വിമർശനങ്ങൾക്കിടെ ലീഗ് നേതാവ് തന്നെ അത്തരത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഒക്കെ എതിർക്കുന്ന ഈ വിഷയത്തിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് വലിയ ചർച്ചയായി മാറി. തുടർന്ന് ലോക് ഭവൻ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയത് തങ്ങൾ അത്തരം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നുള്ളത്. അതോടുകൂടി സർക്കാർ ഒന്നുകൂടി വെട്ടിലാവുകയായിരുന്നു. ഏതായാലും സർക്കാർ തയ്യാറാക്കിയ, മുഖ്യമന്ത്രിയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ പതാക ഉയർത്തുന്നത്. അവിടെ ഒരു പ്രോട്ടോകോൾ വിഭാഗം GAD തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഒരിടത്തും വന്ദേമാതരം ആലപിക്കണമെന്നില്ല എന്ന് നിർദ്ദേശിച്ചിട്ടില്ല. അതേ പ്രോട്ടോകോളാകും സംസ്ഥാനത്ത് 14 ജില്ലകളിലും മന്ത്രിമാർ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ടതും. അതിനപ്പുറത്തേക്ക് വന്ദേമാതരം ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. എന്നാൽ പ്രതിപക്ഷം എന്തിനാണ് അങ്ങനെ സർക്കാർ നിലപാടെടുക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരമൊരു സർക്കുലറുമായി രംഗത്ത് വന്നത്? ആ സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നലെ കണ്ണൂരിൽ വാർത്താസമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആ സർക്കുലർ പിൻവലിക്കണം, അല്ലെങ്കിൽ RSSന്റെ നിലപാടിനൊപ്പമാണ് സർക്കാർ എന്ന വിമർശനമുണ്ടാകും എന്നൊരു ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ, അദ്ദേഹത്തിന് നിർദ്ദേശം സർക്കാർ നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് വന്ദേമാതരം ഒഴിവാക്കിക്കൊണ്ടുള്ള നേരത്തെയൊക്കെ എങ്ങനെയാണോ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചുള്ളത് അതേ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷേ ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സർക്കാർ അറിയാതെയാണോ വന്നതെന്ന ചോദ്യമാണ് സർക്കാരിനെ ഇപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. ശരി, വി അരുണാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.